വാട്സപ്പിലെ ഓരോ അപ്ഡേറ്റുകളും പുതിയ പുതിയ ഫീച്ചറുകളാണ് നമുക്ക് നൽകുന്നതെന്ന് മാത്രമല്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. അത്തരത്തിൽ ഈ വന്ന പുതിയ അപ്ഡേറ്റുകളിലെ ചില പ്രധാനമായ ഫീച്ചറുകളും അതോടൊപ്പം തന്നെ ഇതുവരെ പലർക്കും അറിയാത്തതുമായ പല ഫീച്ചറുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അതുപോലെ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൊടുക്കാൻ പഠിക്കേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, കൂടുതൽ ആളുകളും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടണം എന്നുള്ളതും നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യങ്ങളുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെ ഫീച്ചർഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അതല്ലെങ്കിൽ ഹാൻഡിൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിന് മുകളിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ആഡ് ലിങ്ക് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷൻ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹാൻഡിൽ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ മറ്റാരെങ്കിലും നോക്കുന്ന സമയത്ത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടും കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാം ആക്സസ് ചെയ്യാൻ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, വാട്സപ്പിൽ നമ്മൾ സാധാരണയായി ഏതെങ്കിലും കോൺടാക്റ്റുകൾ സേവ് ചെയ്യാതെ അല്ലെങ്കിൽ പുതിയൊരു നമ്പർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഒന്നുകിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി അതിൽ ആ നമ്പർ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചാറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റിൽ ആ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ആ നമ്പറിനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ചാറ്റ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അതുമല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്തുകൊണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ വേണ്ട. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആ നമ്പറിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി വാട്സപ്പിൽ കോൾസ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. കോൾസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. ഞാനിത് ഐഫോണിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആൻഡ്രോയിഡിലാണെങ്കിൽ അതിന് പകരം എന്താണ് ഐക്കൺ അവിടെ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കോൾ എ നമ്പർ എന്നുള്ള ഓപ്ഷൻ പുതിയതായിട്ട് വന്നതായി കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഇവിടെ വാട്സപ്പ് അവൈലബിൾ ആണെങ്കിൽ ഇവിടെ വാട്സപ്പ് അവൈലബിൾ ആണ് എന്ന് കാണിക്കും. അതല്ലെങ്കിൽ ആ പ്രൊഫൈലിൻ്റെ പേര് കാണിക്കും. അതുമല്ല വാട്സപ്പ് ഇല്ല എങ്കിൽ ഇവിടെ അതിൻ്റെ ഈ നമ്പർ വാട്സപ്പിൽ അവൈലബിൾ അല്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഈ മെസ്സേജ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആ നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് നിരവധി സ്പാം മെസ്സേജുകളോ അതല്ലെങ്കിൽ മറ്റുള്ള അൺവാണ്ടഡ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ടാവും. അതിന് നമുക്ക് നിരന്തരമായി ഓഫ് ചെയ്തേക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി പ്രൈവസിയിലേക്ക് പോവുക. പ്രൈവസിയിൽ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ് എന്നുള്ള ഭാഗത്ത് നിന്ന് ഏറ്റവും മുകളിലായി നമുക്ക് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ വരുന്ന സ്പാം മെസ്സേജുകളെ ഒരു പരിധിവരെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. 1-2 തവണ ഒരേ നമ്പറിൽ നിന്ന് വന്ന് അത് നമ്മൾ ഓപ്പൺ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ പിന്നീട് അത് അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ ആ മെസ്സേജുകൾ വാട്സപ്പ് തന്നെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്, നാം പല രീതിയിലുള്ള പ്രൈവറ്റ് മെസ്സേജുകളോ പ്രൈവറ്റ് കോളുകളോ ഒക്കെ ചെയ്യാറുണ്ട്. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പല കോളുകളും നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ IP അഡ്രസ്സ് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി അഡ്വാൻസ്ഡ് എന്നുള്ള സെറ്റിങ്സിൽ നിന്നും പ്രൈവസി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് എന്നുള്ള ഭാഗത്തേക്ക് പോവുക. താഴെ കാണുന്ന പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്നുള്ള ഭാഗം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ IP അഡ്രസ്സ് ഒരാൾക്കും ട്രേസ് ചെയ്യാൻ സാധിക്കുകയില്ല, വാട്സപ്പ് കോളിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് നേരെ തൊട്ട് താഴെ കാണുന്ന ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്നുള്ളത്. സ്പാം ലിങ്കുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില ലിങ്കുകൾ നമുക്ക് വരുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സൈറ്റിലേക്ക് ആക്സസ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ പ്രിവ്യൂ കൊടുക്കുമ്പോൾ IP അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഫീച്ചർ കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 3 ഓപ്ഷനുകളും എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൈവസിയെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ. എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.